ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് തയ്യാറാക്കുന്നത് മീൻ മപ്പാസാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് ഈ മീൻ മപ്പാസ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന മീൻ നെയ്മീനാണ്. 4 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ട മസാല എടുക്കാം. മഞ്ഞൾപ്പൊടിയും എരിവെള്ളം മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെള്ളം ചേർക്കാണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നെയ്മീനിലോട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം. ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ആ മസാല ഒന്ന് പിടിച്ച് വരുന്നതോടെ മാത്രം ഫ്രൈ ചെയ്താൽ മതി. ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണ്ട. അപ്പം ഞാനിതാ മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ മീൻ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചു. ഇനി വലിയൊരു തവ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഗരം മസാല, ഗ്രാമ്പൂ, ഏലക്ക, പട്ട ഇത്രയും ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. പൊടിച്ചൊന്നും എടുക്കണ്ട, ചതച്ചെടുത്താൽ മതി. ഇപ്പോൾ ചതച്ചെടുത്ത് അപ്പോൾ ഇത് ഗരം മസാല നമ്മളിപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. അതായത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാനിത് ഒരു സവോള നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. കാരണം മീനിൽ മസാല പുരട്ടിയപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സവാളയൊക്കെ ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബീൻസ് നീളത്തിൽ അരിഞ്ഞതും അതുപോലെ തന്നെ ക്യാരറ്റ് കുറച്ച് കട്ടിയായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. ഒരുപാട് ചെറുതാക്കി അരിയണ്ട. എന്നിട്ട് ഇതും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ വഴറ്റി എടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നോളും. അതിനുശേഷം നമ്മളിത് മീൻ തേങ്ങാപ്പാലിലൊന്ന് വേവിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് വീണ്ടും വെന്ത് വരും. അപ്പോൾ ആ ഒരു കണക്കിന് വേവിച്ചാൽ മതി. പച്ചക്കറികൾ ഒരുപാട് അങ്ങ് വെന്തുടയേണ്ട കാര്യമില്ല. പച്ചക്കറിയൊക്കെ വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്കിതിന് വേണ്ട മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് വഴന്ന് വന്ന സവാളയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. മസാലയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് പച്ചക്കറിയിലേക്കൊക്കെ ഇട്ട് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് കട്ടിയല്ലാതെ ലൂസായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. ഇതിൽ കിടന്നാണ് ഇനി മീനും പച്ചക്കറിയൊക്കെ ഒന്ന് വെന്ത് വരേണ്ടത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പാകത്തിനൊക്കെ ഉപ്പുണ്ടോ നോക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കുക. ഇനി നമുക്കിത് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചതച്ചെടുത്ത ഗരം മസാല മിച്ചമുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് കുറച്ച് പൊടിക്കാത്ത കുരുമുളക് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. കുരുമുളക് നമ്മൾ ഈ മീൻ കറിയും മപ്പാസൊക്കെ വെക്കുമ്പോൾ സ്റ്റൂ ഒക്കെ വെക്കുമ്പോൾ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം ഫ്രഷായിട്ട് ചതച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുവാണ്. ഇപ്പോൾ ഇതാ മീനിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 മീനാണ് ഇട്ട് കൊടുക്കുന്നത്. മീനിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് എല്ലാം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളിതുപോലെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. തവി ഇടുവാണെങ്കിൽ മീൻ പൊട്ടാതെ പതുക്കെ തവിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല കട്ടിപ്പാൽ 1 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കണം. ഇനി പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. കുരുമുളകും കൂടി ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. മീൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കുറച്ച് കാഷ്യൂനട്ട്, പച്ചമുളക്, കിസ്മിസ് ഇത്രയും കൂടി ഇട്ട് കൊടുത്ത് തക്കാളി ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഒന്നിൻ്റെ ആ കളർ ഒന്ന് മങ്ങിപ്പോകരുത്. ഇതെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെ കളർ ഒരിക്കലും മാറരുത്. ജസ്റ്റ് കറിവേപ്പില അങ്ങിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീൻ മപ്പാസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ മീൻ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.